വിസ്മയ കേസ് പ്രതി കിരൺ സുപ്രീം കോടതിയിൽ തനിക്കെതിരായ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കിരൺ സുപ്രീം കോടതിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, എന്തൊക്കെയാണ് കിരൺ ആ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ മറ്റ് കാര്യങ്ങൾ? വിസ്മയ കേസുമായി ബന്ധപ്പെട്ട പ്രതി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കെതിരായ ശിക്ഷ റദ്ദാക്കണമെന്നുള്ളതാണ്. കാരണം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉള്ള തരത്തിലുള്ള ഒരു തെളിവുകളും തനിക്കെതിരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മാത്രമല്ല, താൻ ഒരുപാട് മാധ്യമ വിചാരണയ്ക്ക് ഇരയായിട്ടുണ്ട്. ഈ മാധ്യമ വിചാരണയുടെ പേരിൽ താൻ കുറ്റക്കാരനാണെന്ന് പല മാധ്യമങ്ങളും കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി സമർപ്പിച്ച ഹർജിയിൽ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീധന നിരോധന പീഡന നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ഒരു 10 വർഷം തടവായിരുന്നു ഇദ്ദേഹത്തിന് ശിക്ഷയായി വിധിച്ചിരുന്നത്. അത് റദ്ദാക്കുന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വിചാരണ കോടതി അംഗീകരിച്ച ഇതിനെ ഈ കുറ്റം തന്നെയും മേൽക്കോടതി അംഗീകരിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ്. ശരി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിസ്മയ കേസ് പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നാണ് കിരൺ പറയുന്നത്.